നമ്മൾ ഷൂട്ട് ചെയ്തെങ്കിൽ 2-ാം ദിവസം ഇവിടെ തീ പിടിച്ചു. നമുക്ക് ആഴത്തിലിറങ്ങി അഭിനയിക്കാൻ പറ്റും. അത് വലിയൊരു ഇതാണ്. എന്നാണ് നമ്മളെയൊക്കെ പ്രാർത്ഥന. ഞാൻ പറയുന്നത് അതങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ എന്താണ് അനുഭവിക്കുന്നത് ശരിക്കും ഈ സിനിമയിൽ അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള പറ്റിയെന്നാണ് പറഞ്ഞത്. അങ്ങനെ അല്ലായിരുന്നു ഷാജോൺ? അല്ല, അങ്ങനെയായിരുന്നു കാര്യം. നമ്മൾ ഈ കാന്തല്ലൂരായിരുന്നു ഈ സമയത്തല്ല ഇവിടെ തീ എത്തുമ്പോഴും ഇവിടെ പുക വരുമ്പോഴും ഒക്കെ. അപ്പം ഞാൻ എൻ്റെ വൈഫിനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നുണ്ടോ. അപ്പം ദൈവം അനുഗ്രഹിച്ച് നമ്മളുടെ അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടുകൾ വന്നില്ല. ഞാൻ നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ ബാക്കിലാണ് താമസിക്കുന്നത്. അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ പുകയൊക്കെ വന്നെങ്കിലും അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഒരുപാട് വന്നില്ല. പക്ഷെ ഒരുപാട് പേരത് അനുഭവിക്കുന്ന ഒരുപാട് പേരുടെ വാർത്തകൾ നമ്മൾ അറിയുന്നു. അങ്ങനെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അറിയുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സെയിം കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത്. അപ്പോൾ അതൊരു വല്ലാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ലാലേട്ടൻ ഓരോ ദിവസം രാവിലെ വരുമ്പോഴും പറയുന്നുണ്ട് ഇത്ര പേരെ ഹോസ്പിറ്റലിലാക്കി, ഇത്ര സംഭവങ്ങളുണ്ട് ഇവിടെ, ഇത്ര മറ്റേ ഫയർഫോഴ്സുകാർ ഇത്രയധികം, അവർ ഇത്ര പേർക്കും ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയാണ് ഇതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുപോലൊരു ചില സമയങ്ങളിൽ അങ്ങനെയാണ്, ചില സിനിമകൾ അങ്ങനെയാണ്. നമ്മൾ ഈ പറയുന്ന പോലെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ നമ്മുടെ ഒറിജിനൽ ജീവിതത്തിൽ നിന്നും പറിച്ചെടുക്കുന്ന സിനിമ എന്നൊക്കെ പറയത്തില്ല. അത് 100% ഇതുവരെ ഉള്ള സംഭവിച്ച സംഭവങ്ങൾ സിനിമയാകാറുണ്ട്. അതെ അതെ, ഇത് മുൻകൂട്ടി കാണുന്നു ഇങ്ങനെ സംഭവിക്കുന്നു. സത്യം. അതൊരു സ്ക്രിപ്റ്റ് റൈറ്ററിനും ഒരു ഡയറക്ടറിനും വലിയ കഴിവായിട്ട് നമ്മൾ കാണും അല്ലെ. ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ. അതെ അല്ലെ, ആ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഈ പറഞ്ഞത്. സത്യമായിട്ടോ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതില് ഇത് നേരത്തെ എഴുതി വെച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കുക ഒരു ഭയങ്കര പ്രഡിക്ഷനാണ്. ഭയങ്കര പറയാതിരിക്കാൻ പറ്റില്ല. അത് ഒരു നമ്മൾ വീട്ടിൽ തന്നെയാണല്ലോ ഒരു ചെറിയ പ്ലാസ്റ്റിക് കത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഡയോക്സിൻ അറിയാൻ പറ്റില്ല. നമുക്ക് എത്രമാത്രം നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സംഭവം ഇത്. നമ്മളവിടെ നടക്കുമ്പോൾ ഷാജോണി പറഞ്ഞ പോലെ തന്നെ ഷാജോണ് പേടിയാണ്. ഷാജോൻ എന്നോട് തന്നെ പറയും, അയ്യോ ഇത് അവിടെ കത്തുന്നത്. നമ്മൾ ഫാമിലി എന്നുള്ള എല്ലാവർക്കും സ്വന്തം എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട്. തീർച്ചയായിട്ടും ഉറപ്പാണ്. അതാണല്ലോ നമ്മൾ ആദ്യം നോക്കുന്നത്. ഉള്ളത് കാന്തല്ലൂരാ, പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല. മഞ്ഞ് കാരണം ഇറങ്ങി വരാനുള്ള പറ്റാത്ത അവസ്ഥയിലുള്ള സ്ഥലത്താണ് കാന്തല്ലൂർ കിടക്കുന്നത്. ഇടുക്കിയുടെ ഏറ്റവും അങ്ങേയറ്റത്താണത്. അപ്പൊ അവിടെ നിന്ന് വരുവാന്നുള്ള അങ്ങനെ ഒരു ഭയപ്പാടും ഉണ്ടായിരുന്നു അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതെ, അതുകൊണ്ട് ഈ കഥാപാത്രം നന്നായി. ഭയപ്പാടുള്ളതുകൊണ്ട്. അല്ല, അപ്പം ലൊക്കേഷനിൽ ഭാര്യയായിട്ട് ഇവിടെ അഭിനയിക്കുന്നു. അതെ, ഇവിടെ ഭാര്യ, ഒറിജിനൽ ഭാര്യ ഇവിടെ ടെൻഷൻ അടിക്കുന്നു. സിനിമയിലെ ഭാര്യയ്ക്ക് ഇവിടെ ചുമ, ഒറിജിനൽ ഭാര്യയ്ക്ക് ചുമ വരുമോ എന്നുള്ള ടെൻഷൻ എല്ലാം ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു ടെൻഷൻ, ഒപ്പം മനു ഉള്ളതിന് ടെൻഷൻ, എല്ലാം കൊണ്ടും. അതെ, അതുകൊണ്ട് ചിലപ്പോ അവാർഡ് അങ്ങോട്ട് തിരിഞ്ഞു പോകാൻ വഴിയുണ്ട്, പറയാൻ പറ്റില്ല. കാരണം ഇത് ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ വന്നിട്ട് കഥാപാത്രത്തിന് അപ്പുറത്തേക്ക് പോയി. അപ്പൊ അവാർഡ് അവിടെ കിട്ടുമെന്ന്. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്ന അവാർഡിന് വേണ്ടിയല്ലോ ഒരിക്കലും സിനിമ എന്നുള്ള കാറ്റഗറി. ഇതൊരു അവാർഡ് സിനിമയല്ല, സത്യം പറയാം. ഇത് ഇതിന്റെ അകത്ത് ഒരുപാട് അലി തോമസിന് അവാർഡ് കിട്ടുന്ന, അലി തോമസിന് അവാർഡ് സിനിമ എന്ന് പറയും. സുരഭിക്ക് ഞാൻ ചോദിച്ചു എന്തിനാ സുരഭിക്ക് മേടിച്ചു കൊടുത്തപ്പോൾ നാഷണൽ അവാർഡ് എന്ന് ചോദിച്ചു. കാര്യം എല്ലാവരും ചോദിക്കുന്നത് ഷാജോന് അവാർഡ് അടിക്കാനുള്ള പരിപാടിയാണോ. നമ്മളത് അങ്ങനെയല്ല. നമ്മൾ അല്ലേട്ടൻ അതിന് മുൻപ് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാമെന്ന്. എനിക്ക് ഒരു 10-26-27 വർഷമായിട്ട് എനിക്ക് അല്ലേട്ടൻ അറിയാം. ഞാനൊരു ചാനലിന് വേണ്ടി ഒരു കോമഡി ഷോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അല്ലേട്ടനായിരുന്നു എൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ. അപ്പം അന്ന് പോലെ എനിക്കറിയാം. അപ്പം അതിനുശേഷം അല്ലേട്ടൻ സിനിമയിൽ വന്നു, നമ്മളും സിനിമയിൽ വന്നു. പക്ഷെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അല്ലേട്ടൻ്റെ ഒരു എഴുത്തുകാരനും അല്ലേട്ടൻ്റെ ഒരു കാലിബർ കംപ്ലീറ്റ് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേട്ടൻ ഒരു 1 ലൈൻ പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ നമ്മളിത് ചെയ്യണം അല്ലേട്ടാന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അവാർഡ് കാര്യങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ ചോദിക്കുന്നതാണ്. അവാർഡ് പടമാണോ? ഒരിക്കലും ഇതൊരു അവാർഡ് പടമല്ല. ഒരു പക്ക ഒരു കൊമേഴ്സ്യൽ രീതിയിൽ തന്നെയാണ് നമ്മളിത് അപ്രോച്ച് ചെയ്തിട്ടുള്ളതും. അതുപോലെ തന്നെ എല്ലാവർക്കും വന്നിരുന്ന് തിയേറ്ററിൽ കാണാവുന്ന ഒരു സിനിമ, ആ ഒരു ഫാസ്റ്റായിട്ടൊക്കെ തന്നെയാണ് നമ്മൾ സിനിമ ചെയ്തിട്ടുള്ളത്. അവിടെ തന്നെ എല്ലാവർക്കും തിയേറ്ററിലും വർക്കാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും ഇതുവരെ. എന്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ പിന്നെയും ഉണ്ടാകുന്നു അല്ലേ? മാറി മാറി വരുന്ന സർക്കാർ അല്ലേ? നമ്മളെല്ലാ സർക്കാരും മാറി വീണ്ടും ഈ സംഭവം ഉണ്ടായതിനു ശേഷം മാത്രം കണ്ണു തുറക്കുന്നു എന്നൊരു പോരായ്മ ഷാജോൺ എന്നൊരു പൗരൻ എന്ന നിലയിൽ കാണുന്നുണ്ടോ? അത് ഈ കാര്യത്തിൽ മാത്രമല്ല, പൊതുവായി ഞാൻ ചോദിച്ചത്. ഇപ്പോൾ ഒരിടയ്ക്ക് നമുക്ക് ചിലപ്പം പ്രൈവറ്റ് ബസ്സിലെ ഡോറായിരിക്കും നമുക്കൊരു ഇഷ്യൂ ആവുന്നത്. അത് കഴിയുമ്പം ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഫാസ്റ്റ് എന്താണ് അതിൻ്റെ വേഗത, അതായിരിക്കും നമുക്ക് പ്രശ്നമാകുന്നത്. അങ്ങനെ പലപ്പോഴും പലതാണ്. പിന്നെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർ മദ്യപിച്ചിട്ടുണ്ടാകും. അങ്ങനെ പല പല കാര്യങ്ങളാണ്. ഇതിന് സ്ഥിരമായിട്ട് ഇതെല്ലാം കണ്ടുപിടിക്കാനും അവരെ ശിക്ഷിക്കാനും ഒക്കെ ഓരോ വകുപ്പുകൾ നമുക്കുണ്ടെങ്കിലും നിർഭാഗ്യവശാൽ അതൊന്നും അത്രയധികം ആക്റ്റീവ് അല്ല നമ്മുടെ നാട്ടിൽ. അതെന്തുകൊണ്ടാണെന്നുള്ളത് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. അത് എന്ത് ചെയ്യണമെന്ന് എത്ര ആലോചിച്ചാലും നമുക്ക് മനസ്സിലാവില്ല. ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ
ഒരു എന്താണ് ഒരു അനുഭവം തന്നെയാണ് ഈ നമ്മുടെ ഈ സിനിമ പറയുന്നത്. ബ്രഹ്മപുരം പോലുള്ളൊരു ഒരു എന്താണ് ഒരു വേസ്റ്റ് യാർഡ് ഇതേപോലൊരു സ്ഥലത്ത് കൊണ്ട് വെക്കുക, അല്ലെങ്കിൽ അതവിടെ അത് പ്രവർത്തിക്കുന്നത് ഏതൊക്കെ രീതിയിലാണ്. നമ്മളവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ഏക്കർ കണക്കിന് ഏരിയയിലാണ് ഈ വേസ്റ്റ് കൊണ്ടിടുന്നത്. അതിന് തൊട്ടപ്പുറത്ത് 2 പുഴകൾ. ആ പുഴകൾ ഒരു കാലത്ത് നമ്മൾ കുടിക്കാൻ വെള്ളം എടുത്തുകൊണ്ടിരുന്ന അത്രയധികം എന്താണ് മനോഹരമായത് 2 പുഴകളാണ്. അതിപ്പോൾ പേര് മാത്രമേ ഉള്ളൂ ആ പുഴകളുടെ. അത്രയധികം വേസ്റ്റിൻ്റെ ഇതാണ് അങ്ങോട്ട് ഒലിച്ചിറങ്ങുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എത്ര വർഷം നമുക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മൾ പേടിച്ചു പോകും. നമ്മൾ എത്ര വർഷം എൻ്റെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ സമയത്ത് നമുക്ക് കൊച്ചിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്രയധികം ഭീകരമാണ് അതിൻ്റെ ഒരു അവസ്ഥ. അതിനൊക്കെ ഇനി ഒരു മാറ്റം വരുമോ എന്നുള്ളതൊന്നും എത്രത്തോളം പ്രാവർത്തികമാവുമെന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് വേറെയാണ്. അതിപ്പം നമുക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇത് ആരാണ് ഇതൊക്കെ ചെയ്യേണ്ടത്? ഇപ്പോൾ അലി ഇപ്പോൾ പറഞ്ഞതുപോലെ ഓരോരുത്തരും മാറി മാറി വരുമ്പോൾ ആരെങ്കിലും ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ആർക്കെങ്കിലും അത് ചെയ്യാൻ പറ്റട്ടെ. നമുക്ക് വരും തലമുറയ്ക്കെങ്കിലും നല്ല ശ്വാസം, നല്ല വായു ശ്വസിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും എറണാകുളത്തുള്ളവർ അനുഭവിച്ചു, പത്രങ്ങളും ചാനലിലൂടെ മറ്റ് ലോകത്തുള്ളവർ കണ്ടു. പക്ഷേ ഈ സിനിമ കാണുമ്പോൾ കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. മനസ്സിലാവട്ടെ. അങ്ങനെ മനസ്സിലായിട്ട് അങ്ങനെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യട്ടെ എന്ന് ഞങ്ങൾ നല്ലൊരു നന്മയും നല്ലൊരു മെസ്സേജും കൊടുക്കുന്ന സിനിമയായിരിക്കും. നമ്മൾ സിനിമ കാണുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുമ്പോൾ ഇല്ല, നമ്മളുടെ കുടുംബത്തിൽ വരുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുള്ളൂ. അതാണ് ഈ സിനിമയിൽ കൂടെ ശരിക്കും കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അതിനുള്ള നടപടികൾ അതെ നമുക്ക് എല്ലാവർക്കും അങ്ങനെയാണല്ലോ. നമ്മുടെ ദേഹത്ത് കൊള്ളുമ്പോൾ മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ ഫാമിലിയോ നമ്മുടെ വൈഫിനോ നമ്മുടെ അച്ഛനോ അമ്മേനോ ഒക്കെ ഇത് ബാധിക്കുമ്പോഴാണ് നമ്മൾ ഓരോ കാര്യവും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് ആരുടെയും കുഴപ്പമില്ല. എല്ലാവരും സെൽഫിഷായിട്ടുള്ളവരാണ്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് സമൂഹത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പം. അപ്പം അതിനൊക്കെ ഒരു മാറ്റം വരേണ്ട സമയമായി. ഇനിയെങ്കിലുമൊക്കെ നമ്മൾ വേസ്റ്റിൻ്റെ കാര്യങ്ങളാണ് അറ്റ്ലീസ്റ്റ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെങ്കിലും നമ്മൾ കുറച്ച് കൺട്രോൾഡായിട്ട് നമ്മൾ വരുന്ന കുട്ടികളെങ്കിലും നമ്മൾ അവരെങ്കിലും അത് പറഞ്ഞ് പഠിപ്പിക്കുക. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഇനി സ്കൂളിലൊക്കെ അത് പഠിപ്പിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രതീക്ഷ അസ്തമിക്കുന്നില്ല. ഈ സിനിമ വരുമ്പോൾ നമ്മുടെ ചില ഹാബിറ്റുകൾ ഉണ്ട്. മലയാളിയിൽ നിന്നല്ല, നമുക്കൊരു ഹാബിറ്റുകളൊക്കെ ഉണ്ടല്ലോ. അതെല്ലാം മറന്ന് കുറച്ചുകൂടെ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. കാരണം ആവശ്യമില്ലാത്തടത്തൊക്കെ നമ്മൾ കയറി ഇടപെടുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇതിപ്പോൾ ഈ വേസ്റ്റ് നമ്മൾ ഒരു വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വലിച്ചെറിയുന്ന സാധനങ്ങളുണ്ട് പലതും. അതൊക്കെ ഒന്ന് മാറാൻ ഉപകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അല്ല, അത് പറയുമ്പോൾ പ്രളയവും കോവിഡും കഴിഞ്ഞിട്ട് നന്നാകാത്ത കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ ഒരുപാട് പേരുണ്ടല്ലോ. പിന്നെ ആ സമയത്തൊക്കെ കോവിഡും കണ്ടു എന്നിട്ടും നന്നാകാത്ത കുറെ ആളുകളുണ്ട്. ദിവസം തുടങ്ങി വീണ്ടും. അതെ അതാണ് നമ്മൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞു ഇത്രയൊക്കെ ഉള്ളു ജീവിതം, എന്താണ് ഒരു പ്രളയം വന്നാൽ തീരാവുന്നുള്ളൂ, ഒരു കോവിഡ് വന്നാൽ തീരാവുന്നുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളത് മറന്നു. അതാണ് മനുഷ്യൻ. നമ്മളത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും എന്തൊക്കെയോ ഉണ്ടാക്കാനും എന്തൊക്കെയോ വെട്ടിപ്പിടിക്കാനുള്ള ഓട്ടത്തിലൊക്കെ ഇടയ്ക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആർക്കും സമയമില്ല എന്നുള്ളതാണ്. സമയം ഉണ്ടാക്കണം നമ്മൾ. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളും അവരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഭീകരത അനുഭവിക്കേണ്ടി വരുന്നവരൊക്കെയാണ്. തീർച്ചയായിട്ടും ആ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്.